കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും സമരത്തിനൊരുങ്ങുന്നു. ഭരണകൂടം നൽകിയ ഉറപ്പുകൾ ലംഘിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പട്ടിണി സമരം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾ നടത്താനാണ് എൻഡോസൾഫാൻ പീഡിത മുന്നണിയുടെ തീരുമാനം. സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളൊന്നും നടപ്പിലാക്കാത്ത സാഹചര്യത്തിലാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ അന്തിമ സമരത്തിനൊരുങ്ങുന്നത്. ഇരകളാക്കപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരുടെ മേൽ വലിയ ദയാരഹിതമായ ഒരു നിലപാടാണ് സർക്കാർ. സെൽ യോഗങ്ങൾ വളരെ പ്രഹസനമായിട്ട് മാറുകയാണ്. എൻഡോസൾഫാൻ സമരത്തിന് തുടക്കം കുറിച്ച കാസർകോട്ടെ ഒപ്പുമരച്ചുവട്ടിലാണ് മൂന്നാം ഘട്ട പ്രക്ഷോഭങ്ങളുടെ ഒത്തുചേരൽ. അമ്മമാരെയും കുട്ടികളെയും കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ അനിശ്ചിതകാല പട്ടിണി സമരം നടത്താനാണ് പീഡിത മുന്നണിയുടെ തീരുമാനം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ഉറപ്പുകൾ മുഴുവൻ ലംഘിച്ച ഒരു ഘട്ടത്തിലാണ് ഒരു അന്തിമ സമരം എന്നുള്ള നിലയിൽ അത് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പട്ടിണി സമരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച സാമ്പത്തിക സഹായം, ദുരിതബാധിതരുടെ ചികിത്സ, ജപ്തി ഭീഷണി തുടങ്ങി എൻഡോസൾഫാൻ മേഖലയിൽ ഒട്ടേറെ ജീവൽ പ്രശ്നങ്ങൾ ചോദ്യചിഹ്നമായി തുടരുന്ന അവസ്ഥയിലാണ് വീണ്ടും ഒരു സമരത്തിന് കാഹളമുയരുന്നത്. KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.